ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു Q&A നടത്താൻ പോവുകയാണ് ഗൈസ്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പൊ നമുക്ക് തുടങ്ങാം. പറഞ്ഞോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ യൂട്യൂബിൽ ഇപ്പോൾ 42 സബ്സ്ക്രൈബേഴ്സായി. 42 പേര് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് നേടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 42 പേഴ്സോ? അതിനെക്കാളും കൂടുതൽ ബാക്കിയുള്ള യൂട്യൂബ് ചാനലുകാർക്ക് ഉണ്ടല്ലോ. വീഡിയോ ഇട്ടാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇടുക, നല്ല വീഡിയോസ് ഇട്ടാലേ ഉണ്ടാവുള്ളൂ. നല്ല വീഡിയോസ് അല്ലല്ലേ ചെറുപ്പം മുതൽ ഉണ്ടാക്കുന്ന. ഇനി ഇടണോ? ഇനി ഇടാൻ ഞാനിപ്പോൾ എന്താ കാട്ടണ്ടേ? ചാടി കളിക്കണോ, പാട്ട് പാടണോ, ഡാൻസ് കളിക്കണോ, വല്ല മാജിക്കോ നടത്തണോ? ചൂടാവാനല്ലോ. Q&A പറഞ്ഞാൽ മര്യാദക്ക് ഉത്തരം പറയലാണ്. ഞാൻ മര്യാദക്ക് തന്നെ വർത്താനം പറഞ്ഞേ. എനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല. ചിരിക്കാനല്ല, കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരം പറയാം. അടുത്ത ചോദ്യം. ഇപ്പോൾ താങ്കൾ എന്താണ് ചെയ്യുന്നത്? എത്ര വയസ്സായി? എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് പഠിക്കുന്നത്? എനിക്ക് 9.5 വയസ്സായി. അല്ല സോറി, എനിക്ക് 8.5 വയസ്സായി. എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 3B. എത്ര കൊല്ലമായി യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്? അതൊക്കെ ഉമ്മച്ചിക്ക് അറിയാലോ. 6 കൊല്ലം. 6 കൊല്ലോ? ഒരു അതെത്രയാ? LKG മുതൽ. മുതലേ. അപ്പോൾ കുറേ വീഡിയോ ഇട്ടിക്കോ? ഇല്ല, അതാണ് റീച്ച് കിട്ടാത്തത്. ലീവുള്ള ദിവസം ഞാൻ രാവിലെ ഉമ്മച്ചി കുളിക്കാൻ പോകുമ്പോൾ ഫോൺ എടുത്തിട്ട് ഓടും. എന്നിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കും. അപ്പോൾ ഉമ്മച്ചി അതെടുത്തിട്ട് യൂട്യൂബിലിടും. ഞാൻ അറിയാതെ തന്നെ ഉമ്മച്ചി എടുത്തിട്ട് യൂട്യൂബിലിട്ടിട്ട് എന്നോട് തന്നെ താൻ അറിയാം. പിന്നെ ഇനി എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ചെയ്യാനാണ് താങ്കൾക്ക് ആഗ്രഹം? എങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് മാജിക്, ഡാൻസ്, പിന്നെ പാട്ടിപ്പോൾ പാടാൻ എനിക്കറിയില്ല. പിന്നെ ഈറ്റിംഗ് ചലഞ്ചുകളൊക്കെ ചെയ്യാൻ ഇഷ്ടം? ചലഞ്ചുകളും പിന്നെ മാജിക്സ് അതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാജിക് എന്തെങ്കിലും അറിയോ മാഡത്തിന്? അത് പഠിച്ചാൽ അറിയാം. പഠിക്കുമോ അപ്പോൾ? ഞാൻ പഠിക്കും. ഓക്കെ, മാഡം ഒന്നും വിളിക്കണ്ട. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അപ്പോൾ ആരായിരിക്കും ഈ ചാലഞ്ചിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആരായിരിക്കും താങ്കളുടെ കൂടെ ഉണ്ടാവാൻ ചാൻസ്? ചിലപ്പോൾ ഉമ്മച്ചി എടുത്തിട്ട് വീഡിയോ എടുക്കും. പിന്നെ ആരാ ഉണ്ടാവുക? കുടുംബക്കാരല്ലാതെ വേറെ ആരും ഉണ്ടാവും. അല്ല, ചാലഞ്ചിൽ എൻ്റെ കൂടെ പങ്കെടുക്കാൻ ആരാ ഉണ്ടാവുക? അതെൻ്റെ അനിയനല്ല. പിന്നെ ആരാ? ഉമ്മച്ചിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ പേടിയാണ്. പിന്നെ സ്വന്തം വെച്ചാലും വേണ്ട, ഉമ്മച്ചിന്റെ മോത പോലെ ഈ സംസാരത്തിൽ കാണുന്നില്ല. ഇല്ലല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ എടുത്തൂടെ? ഞാനോ? അതാണ് കഴിയാത്ത ഗായ്സ്. പിന്നെ ഇനിയിപ്പോൾ 42 സബ്സ്ക്രൈബേഴ്സായി. എപ്പോഴാണ് പ്ലേ ബട്ടൺ എപ്പോഴാണ് കിട്ടാൻ പോകുന്നത്? വല്ല ഐഡിയ? പ്ലേ ബട്ടൺ വേണമെന്നൊന്നും ഇല്ല. അയ്യല്ലേ, രാവിലെ വേണമെന്ന് പറയും. അതിനെക്കുറിച്ച് പറയും. നമുക്ക് പ്ലേ ബട്ടൺ കിട്ടണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ എന്താ ഷെയർ ചെയ്യാനും പറയാം. ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവോ? വീഡിയോ ഡെയിലി ഇടുമോ? ഡെയിലി ഇടും. ഉറപ്പാണോ? വിട്ട് വന്നാലും ഇടും. ഡെയിലി എന്നും. സൺഡേ ആയാലും മൺഡേ ആയാലും എന്നും കഴിക്കണം മുട്ട. പിന്നെ വേറെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുണ്ടോ? എനിക്കെന്ത് ആരും സബ്സ്ക്രൈബ് തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേതാ കുട്ടി? ബൈ.